ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിസഭ, അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാരിൽ നമ്മൾ ജവഹർലാൽ നെഹ്റു പഠിച്ചു, ലാൽ ബഹദൂർ ശാസ്ത്രി പഠിച്ചു, ഇന്ദിരാഗാന്ധി പഠിച്ചാണ് നമ്മൾ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം മൊറാർജി ദേശായിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് 1896 ഫെബ്രുവരി 29 ബൽസാർ, ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മരണം 1995 ഏപ്രിൽ 10. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഈ സവിശേഷതകളൊക്കെ മൊറാർജി ദേശായിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി. ഈ ഒരു ചോദ്യം PSC ചോദിച്ചേക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഫെബ്രുവരി 29 അദ്ദേഹത്തിൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിന് പുറത്തു വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇതും ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. 10ഓളം തവണയാണ് മൊറാർജി ദേശായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. രണ്ടാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ P. ചിദംബരമാണ്, 9 തവണ. ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ഏക പ്രധാനമന്ത്രി. അതും ആര് തന്നെയാണ്? ഈ പറയുന്ന മൊറാർജി ദേശായി ആണ്. പ്രകൃതി ചികിത്സകനായിരുന്ന പ്രധാനമന്ത്രി. ഈ ഒരു വിശേഷണവും മൊറാർജി ദേശായിൽ തന്നെ നിക്ഷിപ്തമാണ്. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി. നല്ലൊരു പോയിന്റ് ആണ്, ഓർത്തു വച്ചോ. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? മൊറാർജി ദേശായി. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. ഭാരതരത്നം നിർത്തലാക്കിയ പ്രധാനമന്ത്രി. ഡൽഹിക്ക് പുറത്ത് അടക്കം ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അഭയഘട്ട്, അഹമ്മദാബാദ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അഭയഘട്ടിലാണ്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അഭയഘട്ട്. അപ്പോൾ മൊറാർജി ദേശായിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണെന്നുള്ളതൊന്ന് പഠിക്കുക. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രി ആയിരുന്നതും ആരാണ്? മൊറാർജി ദേശായി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. 10 തവണയാണ് അദ്ദേഹം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷൻ, ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി. ഭാരതരത്നം നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൊറാർജി ദേശായി ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒന്ന് നോക്കി വെച്ചോ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആരുടെ കൃതിയാണ്? മൊറാർജി ദേശായിയുടെ കൃതിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതേപോലെ തന്നെ നാച്ചുറൽ ക്യൂവർ എന്ന് പറയുന്നതും ആരുടെയാണ്? ഈ പറയുന്ന നമ്മുടെ മൊറാർജി ദേശായിയുടെ ആണ്. അതേപോലെ തന്നെ മിറാക്കിൾസ് ഓഫ് യൂറിൻ തെറാപ്പി. മിറാക്കിൾസ് ഓഫ് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അതും മൊറാർജി ദേശായിയുടെ കൃതിയാണ്. മിറാക്കിൾസ് ഓഫ് യൂറിൻ തെറാപ്പി. അപ്പോൾ അത്രയാണ് മൊറാർജി ദേശായിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത ആളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചരൺ സിംഗ്. ജനനം 1902 ഡിസംബർ 23 നൂർപൂർ, ഉത്തർപ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മരണം 1987 മെയ് 29.
ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ചരൺ സിംഗ്. 1977 മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്നു ആര്? ചരൺ സിംഗ്. മൊറാർജി ദേശായി രാജിവെച്ചപ്പോഴാണ് ചരൺ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ചോദ്യം. അതായത് ഡിസംബർ 23 എന്താണ്? ദേശീയ കർഷക ദിനമാണ് ഡിസംബർ 23. ഇത് ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ഡിസംബർ 23 നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. അത് PSC നിലവിൽ എന്ത് ചെയ്തേണ്ട LGS LDC മുതലായ എക്സാമുകളിൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ആരുടെ ജന്മദിനമാണ് ഡിസംബർ 23 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്? അത് ചരൺ സിംഗിൻ്റെയാണ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യം, അതാണ് ലക്നൗ. അപ്പോൾ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കിസാൻ ഘട്ടിലാണ്. ഓക്കെ, അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കർഷകൻ എന്ന് പറയുമ്പോൾ കിസാൻ ഘട്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രധാന കൃതികളാണ് ഇന്ത്യാസ് എക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, ലാൻഡ് റിഫോംസ് ഇൻ ദ UP ആൻഡ് ദ കുലാക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഒന്നുകൂടി പറയാം: ഇന്ത്യാസ് എക്കണോമിക് പോളിസി, ദ ഗാന്ധിയൻ ബ്ലൂ പ്രിന്റ്, ലാൻഡ് റിഫോംസ് ഇൻ ദ UP ആൻഡ് ദ കുലാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് രാജീവ് ഗാന്ധിനെ കുറിച്ചാണ്. ജനനം 1994 ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജനനം. മരണം 1991 മെയ് 21. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? രാജീവ് ഗാന്ധിയാണ്. കേന്ദ്രമന്ത്രി പദമോ സംസ്ഥാന മന്ത്രിപദമോ വഹിച്ച മുൻ പരിചയമില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, പദത്തിലെത്തിയ ആദ്യ വ്യക്തി. ഓക്കെ, അപ്പോൾ കേന്ദ്രമന്ത്രി പദമോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രി പദമോ ഒന്നും വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു ആര്? രാജീവ് ഗാന്ധി. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായ ശേഷം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ രാജീവ് ഗാന്ധി തന്നെയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കി 1985 ഭരണഘടനയുടെ 52ാം ഭേദഗതി പ്രകാരമാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത് 61ാം ഭേദഗതി പ്രകാരമാണ്. നമ്മൾ ഈ അമെൻമെൻറ്റ്സിനെ കുറിച്ചൊക്കെ അടുത്ത ദിവസം ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അന്ന് എന്ത് ചെയ്യുക, ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. ഉറപ്പായിട്ടും ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത് 1985 ഭരണഘടനയുടെ 52ാം ഭേദഗതി പ്രകാരം. വോട്ടിംഗ് പ്രായം 20 നിന്ന് 18 മാറ്റിയത് 61ാം ഭേദഗതി പ്രകാരമാണ്. 1989 ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച പ്രധാനമന്ത്രി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നമുക്കറിയാം 1984 എന്ത് ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് എന്ത് ചെയ്യുന്നത്? സൈലന്റ് വാലി എന്ന പേരിലേക്ക് വരാനുള്ള കാരണം. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ സൈലന്റ് വാലിയിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. ആ വെടിപ്ലാവുകൾ എന്നറിയപ്പെടുന്നതാണ് എന്ത്? ആഞ്ഞിലിപ്ലാവുകൾ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന വെടിപ്ലാവുകൾ. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. ഓക്കെ, 1985. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യമാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാന്നുള്ളത് അല്ലെങ്കിൽ നദി ഏതാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായും ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു.
മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി. 1991 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഭാരതരത്നം ലഭിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് വീർഭൂമി. അപ്പോൾ വീർഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെയാണ്. ഓക്കെ, അടുത്തതാണ് VP സിംഗ്. ജനനം 1931 ജൂൺ 25. അലഹബാദ്. മരണം 2008 നവംബർ 27. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടെ ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രി. ഇതും ആര് തന്നെയാണ്, VP സിംഗ് ആണ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക സമുദായ സംവരണം നടപ്പാക്കുന്നതിന് കാരണമായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി. VP സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജനമോർച്ച. VP സിംഗിന്റെ ആത്മകഥയാണ് മൻസിൽ സെ സ്യാദാ സഫർ. ഓക്കെ, അപ്പോൾ മൻസിൽ സെ സ്യാദാ സഫർ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VP സിംഗിൻ്റെയാണ്. VP സിംഗിന്റെ പുസ്തകമാണ് എവറി ടൈം ഐ വേക്ക് അപ്പ്. ഓക്കെ, എവറി ടൈം ഐ വേക്ക് അപ്പ് ആണ് ആരുടെ, VP സിംഗിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചന്ദ്രശേഖർ ആണ്. ജനനം 1927 ജൂലൈ 1, മരണം 2007 ജൂലൈ 8. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നു. ഈ ഒരു പോയിന്റാണ് PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നതും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രശേഖർ ആണ്. ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ കഴിയാതിരുന്ന ഏക പ്രധാനമന്ത്രി. ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയെയും ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ടില്ല. ചന്ദ്രശേഖറിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ജനനായക സ്ഥലം എന്ന് പറയുന്നത്. ചന്ദ്രശേഖറിന്റെ ആത്മകഥയാണ് മേരി ജയിൽ ഡയറി എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, അടുത്തത് VP നരസിംഹറാവു. VP നരസിംഹറാവു. ജനനം 1921 ജൂൺ 28. മരണം 2004 ഡിസംബർ 23. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി. പാർലമെന്റ് അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. ഇതെല്ലാം ആരിൽ നിക്ഷിപ്തമാണ്? PV നരസിംഹറാവു. ഓക്കെ, PV നരസിംഹറാവു ആണ്. ഏതൊക്കെ? ഈ പറയുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി, പാർലമെന്റ് അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, അതേപോലെ തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. ഇതൊക്കെ ആരാണ്? ഈ പറയുന്ന PV നരസിംഹറാവു ആണ്. ഈ കാലാവധി പൂർത്തിയാക്കിയ നെഹ്റു കുടുംബമല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി. അതേപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഈ പറയുന്ന നരസിംഹറാവു ആണ്. ബഹുഭാഷാ പണ്ഡിതനായ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത്. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബുദ്ധ പൂർണിമ പാർക്ക്. അപ്പോൾ ബുദ്ധ പൂർണിമ പാർക്ക് ആരുടെയാണ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നതാണ് ബുദ്ധ പൂർണിമ പാർക്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ ക്വസ്റ്റ് ഫോർ പീസ്, ദ ഇൻസൈഡർ, ലോങ് സെലക്ട് സ്പീച്ച്, അന്തർഗത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആരുടെയാണ്? ഈ പറയുന്ന PV നരസിംഹറാവുവിന്റെ കൃതികളൊക്കെയാണ് ഇതൊക്കെ. ക്വസ്റ്റ് ഫോർ പീസ്, ദ ഇൻസൈഡർ, ലോങ് സെലക്ട് സ്പീച്ച്, അന്തർഗത. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് AB വാജ്പേയിനെ കുറിച്ചാണ്. ജനനം 1924 ഡിസംബർ 25. ഗ്വാളിയോറാണ് അദ്ദേഹം ജനിക്കുന്നത്. മരണം 2018 ഓഗസ്റ്റ് 16. ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 പൊതു തെരഞ്ഞെടുപ്പുകൾ അനുകൂലമായ പ്രധാനമന്ത്രി. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് അംഗമല്ലാതിരുന്ന ആദ്യ പ്രധാനമന്ത്രി. ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്നത് മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി.
ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഭാരതരത്നം ലഭിക്കുന്ന 44ാമത്തെ വ്യക്തിയാണ് AB വാജ്പേയി. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെച്ചോ. ഭാരതരത്നം ലഭിക്കുന്ന 44ാമത്തെ വ്യക്തി. ഭാരതരത്നം ലഭിച്ചത് 2015-ലാണ്. ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി, കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി 2001-ല്. അതേപോലെ തന്നെ AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 ഭരണദിനമായി ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്മൃതിസ്ഥലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി. ഒത്തിരി തവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദി പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AB വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് എ കൺസ്ട്രക്റ്റീവ് പാർലമെന്റേറിയൻ. അതേപോലെ തന്നെ അപ്പോൾ അത് ഒന്ന് ഓർത്തു വച്ചോട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് നമുക്ക് HV ദേവഗൗഡ. ജനനം 1933 മെയ് 18. ഹരടനഹള്ളി കർണാടകയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. HD ദേവഗൗഡ. മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓർത്തു വച്ചോ, മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. 1994-96 വരെ കർണാടക മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തിയാണ് HD ദേവഗൗഡ. ജനതാദൾ സ്ഥാപകനായ പ്രധാനമന്ത്രി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ പ്രധാനമന്ത്രി. പാർലമെന്റിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് HD ദേവഗൗഡ. ഓക്കെ, അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് IK ഗുജറാൾ. ജനനം 1919 ഡിസംബർ 4. മരണം 2012 നവംബർ 30. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി. റഷ്യയിൽ ഇന്ത്യൻ അംബാസിഡറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ വിദേശ നയമാണ് ഗുജറാത്ത് ഡോക്ട്രിൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. IK ഗുജറാളിൻ്റെ ആത്മകഥയാണ് മാറ്റ്സ് ഓഫ് ഡിസ്ക്രിഷൻ. ഓക്കെ, അപ്പോൾ മാറ്റ്സ് ഓഫ് ഡിസ്ക്രിഷൻ ആണ് അദ്ദേഹത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ആത്മകഥ. IK ഗുജറാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സ്മൃതിസ്ഥൽ. ഓക്കെ, അപ്പോൾ സ്മൃതിസ്ഥൽ ആരുടെയാണ്? IK ഗുജറാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. പ്രധാന കൃതികളാണ് മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ, എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ എന്നുള്ളത് ആരുടെ പ്രധാന കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IK ഗുജറാളിൻ്റെ കൃതിയാണ്. ഓക്കെ, അത് നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ്. 1932 സെപ്റ്റംബർ 26 ജനനം, പഞ്ചാബിൽ. 1982-85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. വെരി ഇമ്പോർട്ടൻ്റ്. 82 to 85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. 85-87 കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു. UGC ചെയർമാനായിരുന്ന പ്രധാനമന്ത്രി. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, LPG നയങ്ങൾ എന്നിവ നടപ്പിലാക്കിയ ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതേപോലെ തന്നെ ഹിന്ദി മതക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ. ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി. അപ്പോൾ ലോകസഭയിൽ ഒരിക്കൽ പോലും ആരംഗമായിട്ടില്ല? ഈ പറയുന്ന മൻമോഹൻ സിംഗ് അംഗമായിട്ടില്ല. മൻമോഹൻ സിംഗ് അസം നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ 2019 അദ്ദേഹം രാജസ്ഥാൻ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, 6ാമത്തെ തവണയും. നെഹ്റുവിന് ശേഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി. 2ാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ജപ്പാൻ സർക്കാരിൻ്റെ ഉന്നത പുരസ്കാരമായ ഡി ഗ്രാൻഡ് ഓർഡർ ഓഫ് എ പൗലോ ഫ്ലവേഴ്സ് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മൻമോഹൻ സിംഗ്. 2008 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പ്രധാന കൃതികളാണ് ഇൻ ഗോസ്റ്റ് ഡെൻ, ചേഞ്ചിങ് ഇന്ത്യ, അതേപോലെ തന്നെ
ടു ദ നേഷൻ ഫോർ ദ നേഷൻ, ടു ദ നേഷൻ ഫോർ ദ നേഷൻ. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നരേന്ദ്രമോദി. ജനനം 1950 സെപ്റ്റംബർ 17, വടനഗർ ഗുജറാത്തിലാണ് ജനനം. 2014 മുതൽ മെയ് 26 മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഭരണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തി, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. 13 വർഷം 1984. ശേഷം ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചത് 16ാം ലോകസഭയിലാണ്. ഇംഗ്ലീഷുകാർ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി. അതേപോലെ തന്നെ സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഉയർന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച എനിക്ക് മഹത്തായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്താനായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ശക്തിയെ തെളിയിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. 2019 തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണസി ഉത്തർപ്രദേശ് മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സൻസദ് ആദർശ് ഗ്രാമീണ പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമമാണ് ജയ്പൂർ, വാരണസി, UP. അതേപോലെ പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതി പുഞ്ച്, അതേപോലെ അബോർഡ് ഓഫ് ലവ്, എക്സാം വാരിയേഴ്സ്, സേതു ബന്ദ്, സോഷ്യൽ ഹാർമണി. ഇതൊക്കെയാണ് നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഭാരതരത്നം ലഭിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, ഗുൽസാരിലാൽ നന്ദ, അതേപോലെ തന്നെ AB വാജ്പേയി. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഭാരതരത്നം ലഭിച്ച പ്രധാനപ്പെട്ട മന്ത്രിമാരെന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമന്ത്രിമാരെന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓരോ ദിവസവും നമ്മൾ പഠിച്ചത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രസിഡന്റുമാരിങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അതേപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രിമാരും ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനും പറ്റും. പിന്നെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ എല്ലാം PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം, റിവിഷൻ ചെയ്യാം, അതേപോലെ തന്നെ എക്സാംസുകൾ ക്വസ്റ്റ്യൻ ബോർഡായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇത് 9 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ സൗണ്ട് ഇത്തിരി കുറവായിരിക്കും, കാരണം എനിക്ക് ചെറുതായിട്ടൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇത്തിരി കുറച്ചാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് മുടക്കണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതോടുകൂടി എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പഠനം ഒന്നുകൂടി ഉഷാറാക്കുക. അടിപൊളിയായി തന്നെ പഠിച്ച് എന്ത് ചെയ്യുക, ഈ ഉറപ്പായിട്ടും 2025 ഈ ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.